ഒടുവിൽ ഇറാന്റെ വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ്. ക്ലസ്റ്റർ ബോംബുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇസ്രായേലിനെതിരെ. അത് വലിയ ദൂഷ്യമുണ്ടാക്കുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. എന്താണ് ഈ ക്ലസ്റ്റർ ബോംബുകൾ? ഈ ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ബോംബ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സാധനങ്ങളെ മാത്രമേ നശിപ്പിക്കാൻ പറ്റുകയുള്ളൂ. മുകളിലുള്ളതിനെ നശിപ്പിക്കാൻ പറ്റും, വലിയ വലിയ കെട്ടിടങ്ങൾ, സ്ട്രക്ചറുകളൊക്കെ നശിപ്പിക്കാൻ പറ്റും. പക്ഷേ ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി, ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ആണവ പോർമുനകളായാലും ആണവ ബോംബുകളായാലും യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ സാധനങ്ങളായാലും ഒക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ബോംബുകളെയാണ് നമ്മൾ ക്ലസ്റ്റർ ബോംബുകൾ. അത് ധാരാളമായിട്ട് ഉപയോഗിക്കുക. അതിപ്പോൾ ഇസ്രായേലിനില്ല വാസ്തവത്തിൽ, പക്ഷേ അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയോട് അത് ചോദിച്ചിരിക്കുകയാണ് അവർ, ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് പർവ്വതനിരകൾക്കിടയിൽ ഇറാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആണവായുധത്തിൻ്റെ അടുത്തെങ്ങും എത്താൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ട് ഇത്തരം ബോംബുകൾ ഇസ്രായേലിനെതിരെ പ്രയോഗിച്ചു. ആര്? ഇറാൻ കാണിച്ചു തരാമെന്ന് പ്രയോഗിച്ചു. നമ്മൾ ഉദ്ദേശിക്കുന്ന ശക്തിയല്ല ഇറാന്. ഇറാനോട് കളിച്ചത് ഒരു അപക്വമായിട്ടുള്ള എടുത്തുചാട്ടമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അവർ ഒരുമാതിരി ജയിച്ചു നിൽക്കുകയായിരുന്നു. അവർ ഹമാസ്, ഹെസ്ബൊള്ള, ഹൂതികൾ, പിന്നെ അവരുടെ അങ്ങനെയുള്ള രാജ്യങ്ങൾ, ലെബനോൺ, ജോർഡാൻ, ഇവരെല്ലാം നിലയ്ക്ക് നിർത്തിയിട്ടാണ് ഇവർ വിജയിച്ചിരിക്കുകയായിരുന്നു. മര്യാദയ്ക്കായിരിപ്പിരുന്നാൽ മതിയായിരുന്നു, എങ്കിൽ അഭിമാനം നഷ്ടപ്പെടില്ലായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താ? ഇസ്രായേലിൻ്റെ ആ പ്രതിരോധ്യമായിട്ടുള്ള അയൺ ഡോമിനെ തകർത്തുകൊണ്ട് അയൺ ഡോമിനെ ഒരു അയൺ ടോംബായിട്ട്, ടോംബെന്ന് പറഞ്ഞാൽ ശവകുടീരം, അയൺ ടോംബായിട്ട് മാറ്റിക്കൊണ്ട് അത് തകർത്തുകൊണ്ട് അതിനപ്പുറത്തേക്ക് മിസൈലുകൾ പാഞ്ഞ് ചെയ്യുന്ന എവിടെയാണ് വീണതാ? ഇസ്രായേലിൻ്റെ അഭിമാനമായിട്ടുള്ള ആശുപത്രിയിൽ. അവിടെ അവരെന്ത് അവിടെ ചെയ്തു, ഗാസ മുനമ്പിൽ ചെയ്തു, അത് തന്നെ തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇറാൻ. പ്രകോപിപ്പിച്ചിട്ടാണ്. മര്യാദയ്ക്ക് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു, ഇറാൻ ഒന്നും ചെയ്യില്ലായിരുന്നു, അവരവരുടെ പാട്ടിനിരുന്നേനെയും. എന്നിട്ട് അതുകൂടാതെ അതിനും അപ്പുറം ഇതിനേക്കാളും വലിയ കുഴപ്പമുള്ള അയൺ ഡോമിനെ ഭേദിക്കാൻ കഴിവുള്ള ഈ സാധാരണഗതിയിൽ പോകുന്ന മിസൈലുകളുടെ ഒറ്റ പോർമുനയേ ഉള്ളൂ, ഓർപ്പിച്ച ഒരു ഭാഗം. ഇത് മൾട്ടിപ്പിൾ പോർമുനകൾ. അതാ ഇപ്പോൾ സാധാരണ ഒരു മിസൈലിന് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി ഒരു ഒറ്റ മുനയേ ഉള്ളൂ, മറ്റേത് മൾട്ടിപ്പിളാണ്. ഇങ്ങനെയുള്ളത് വരുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദഗ്ധർ പറയുന്നതാണിത്. ഇങ്ങനെയുള്ളത് വരുമ്പോൾ ഈ ഓരോ പോർമുനയെയും പ്രത്യേകം ആരോ എന്ന് പറയുന്ന ഒരു പ്രതിരോധ മിസൈൽ ഉപയോഗിച്ച് തകർക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മിസൈൽ വരുമ്പോൾ ഒരൊറ്റ എണ്ണത്തിൽ മാത്രമേ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇത് പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. ഒന്നിൽ കൂടുതൽ മുനകളുള്ളത് വരുമ്പോൾ ഒരെണ്ണത്തിനെ തകർത്താലും മറ്റു രണ്ട് മുനകളും കൊണ്ട് അത് പോയി അതിൻ്റെ ടാർഗറ്റിൽ ചെന്ന് വീഴും. അങ്ങനെയാണ് ഇസ്രായേലിൽ ഇത്രയും മരണം ഉണ്ടായത്. ഇസ്രായേൽ എന്ന് പറഞ്ഞ ജനസംഖ്യ വളരെ കുറവുള്ള രാഷ്ട്രമാണ്, ഇറാനെ അപേക്ഷിച്ച് വിസ്തൃതിയും കുറവുള്ള രാഷ്ട്രമാണ്. ശരിക്കും പൊട്ടക്കണ്ണൻ്റെ മാവേലേറ് പോലെയാണ് ഇറാൻ ഈ മിസൈലുകൾ അയക്കുന്നത്. അത് ചെന്ന് എവിടെങ്കിലും പതിക്കുക, അവരുദ്ദേശിച്ച സ്ഥലത്തല്ല വീഴുന്നത്, വഴിതെറ്റി വീഴുന്നതാണ്. അത് ഇതിലൊക്കെ അപകടമാണ്. പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഇന്ത്യയിലെങ്ങാനും വീണാൽ നമുക്കും കുഴപ്പമാവും. ആ രീതിയിലാണ് അവർ അയക്കുന്നത്. ഈ ക്ലസ്റ്റർ ബോംബുകൾ വളരെ ദൂഷ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, വലിയ നാശമുണ്ടാകുന്ന ഒന്നാണ്. 2016 എല്ലാ രാജ്യങ്ങളും ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഇതിൻ്റെ കാര്യങ്ങൾ ഉപയോഗമൊക്കെ നിരോധിച്ചു. പക്ഷെ അതിൽ ഇറാനും ഇസ്രായേലും ആ കരാറിൽ ഒപ്പിട്ടിട്ടില്ലായിരുന്നു. ഒരു പക്ഷേ അത് വല്ലാത്തൊരു ഈ ഒരു യുദ്ധത്തിൽ അതെടുത്ത് ഇരു രാജ്യങ്ങളും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വലിയ ഈ പറഞ്ഞോണം ജനങ്ങൾക്കൊക്കെ വലിയ ദൂഷ്യമുണ്ടാവാനും സാധ്യതയുണ്ട്. ഇത് കണ്ട് വാസ്തവത്തിൽ അമേരിക്ക അമ്പരന്ന് നിൽക്കുക. ഇപ്പോൾ തങ്ങൾ ഉദ്ദേശിച്ച എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് അവർ യുദ്ധം ചെയ്തത്. ഇറാൻ്റെ ആണവവും എല്ലാം നശിപ്പിക്കാം, ഖമേനിയെ കൊല്ലാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ സംഗതി തലതിരിഞ്ഞു പോയിരിക്കുക. ഖമേനിയോട് പറഞ്ഞു, ഇറാൻ കീഴടങ്ങിക്കോ, നിങ്ങളെ ഞങ്ങളിപ്പോൾ കൊല്ലും, നിങ്ങൾ അങ്ങനൊന്നും എന്നെ വരട്ടണ്ട, ഞാനിപ്പോൾ കീഴടങ്ങാൻ തയ്യാറല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നു മാത്രമല്ല 20 അറബ് രാജ്യങ്ങൾ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക്, അത് തുർക്കിയുണ്ട്, തുർക്കി നാറ്റോ രാജ്യമാണ്, അതുൾപ്പെടെ 20 രാജ്യങ്ങൾ ഇറാന് പിന്തുണയായി അറിയിച്ചിരിക്കുകയാണ്. ചൈന ഒരു വലിയ കാര്യം ചെയ്തു. ചൈന ആയുധങ്ങൾ രഹസ്യമായിട്ട് ഇറാനിലേക്ക് കടത്തിവിട്ടു. ആ ആയുധങ്ങളായിരിക്കണം ചിലപ്പോൾ ഈ ബഹുമുനയുള്ള, ഒന്നിൽ കൂടുതൽ മുനയുള്ള പോർമുനകളുള്ള മിസൈൽ, അങ്ങനെ ആയിരിക്കണം വന്നു, അവർ കൊടുത്തതായിരിക്കണം. ഒരു വലിയ വിമാനം നിറയെ ഈ ആയുധങ്ങളുമായിട്ടാണ് ചൈനയുടെ വാഹനോടെ പോയത്. അവർ ലക്സംബർഗ് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചാണ് പോയത് റഡാറിൽ നോക്കിയപ്പോൾ. പക്ഷേ ലക്സംബർഗിൽ എത്തിയിട്ടില്ല. പിന്നെ എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടിട്ടുമില്ല.
അത് മിക്കവാറും ഇറാനിലേക്കാണ് പോയതെന്ന് ഊഹിക്കപ്പെടുന്നു. അപ്പോൾ ചൈന പ്രത്യക്ഷമായിട്ട് സഹായിക്കാൻ തുടങ്ങി. സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ പുടിൻ ഒത്തുതീർപ്പിന് തയ്യാറാണെന്നും പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ യുദ്ധം ഇങ്ങനെ തുടരാൻ പാടില്ല, അത് സർവനാശത്തിലേക്ക് കലാശിക്കൂ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ആണവ ബോംബ് അവിടുത്തത് ക്ലസ്റ്റർ ബോംബ് ഉപയോഗിച്ച് നശിപ്പിച്ചാൽ, ഇറാനിലേത് നശിപ്പിച്ചാൽ അത് ചെർണോബിൽ ദുരന്തം നമുക്കറിയാമല്ലോ, ആ ദുരന്തം പോലൊരു ദുരന്തം ഉണ്ടാക്കുമെന്ന് വാണിംഗും കൊടുത്തിരിക്കുകയാണ്. ഇതുകൂടാതെ അമേരിക്ക ഇല്ലാതെ 3 രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, ഈ 3 രാജ്യങ്ങൾ ഇറാനുമായിട്ട് ചർച്ച നടത്തി. ആ തുടർ ചർച്ചകൾക്കായിട്ട് ഇന്ന് ജനീവയിലേക്ക്, സ്വിസ് നഗരമായിട്ടുള്ള ജനീവയിലേക്ക് ഇന്ന് ഇവരുടെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചിയുമായി പോവുകയാണ്. അല്ല, അവർ പേടിച്ചിരിക്കുകയൊന്നുമല്ല, ഈ ചർച്ചയ്ക്ക് വേണ്ടി അദ്ദേഹം പോവും എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത കടന്നൽ കൂട്ടിൽ കല്ലെറിയുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. ഇത് വല്ലാതെ നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ അമേരിക്ക യുദ്ധം ഇറാനെതിരെ തിരിച്ചടിച്ചുകൊള്ളാൻ ഇസ്രായേലിനെ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ ഒരു ആയുധങ്ങൾ മാത്രമാണ് പാകിസ്ഥാനും ഇസ്രായേലിനും. ഇന്നലെ പാകിസ്ഥാൻ സൈന്യത്തലവനുമായിട്ട് ഈ പറഞ്ഞോണം ചർച്ച ചെയ്യുകയും ഒരു വിരുന്നൊരുക്കുകയും ചെയ്തു നാസിം മുനീറുമായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇനി പാകിസ്ഥാൻ ഒരു പക്ഷേ ബൗണ്ടറി, അതിൻ്റെ അതിരുള്ളത് ഇറാനുമായിട്ട് അതിര് പങ്കിടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ടും അവിടുന്ന് ഇവിടുന്നും രണ്ട് ഭാഗത്തു നിന്നും ഇറാനെ തീർക്കാനുള്ള പദ്ധതിയായിരിക്കാം ട്രംപിൻ്റേത്. പക്ഷെ അത് എത്രമാത്രം അങ്ങനെയാണെങ്കിൽ, അമേരിക്ക ഇറങ്ങുകയാണെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ ഇറാനോടൊപ്പം ചേരുകയും മൂന്നാമതൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോകാനും സാധ്യത. രഞ്ജിനി പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ദിവസം ആസിഫ് മുനീറിന് വലിയൊരു വിരുന്ന്, ആട്ടിറച്ചി, മാട്ടിറച്ചി, കോഴിയിറച്ചി, പന്നിയിറച്ചി, സകലമാന സുഭിക്ഷമായിട്ടൊരു ലഞ്ച് ഒരുക്കി. അതിലേക്കാണ് മോദി വേണമെങ്കിൽ വന്നോ, നല്ല ഇറച്ചിയൊക്കെ ഉണ്ട്, വാ കഴിക്കാം, പോയി പണി നോക്ക്, വേറെ ആളിനെ നോക്കാൻ പറഞ്ഞ് പുള്ളി ക്രൊയേഷ്യയിലേക്ക്, എനിക്ക് വേറെ കാര്യമുണ്ടെന്ന് പറഞ്ഞ് പോയി. അവിടെ അഭിമാനം ടെടിച്ചു. അല്ലെങ്കിൽ ആസിഫ് മുനീർ എന്ന് പറയുന്ന ഈ പരനാറിയോടെ പറയാൻ എനിക്ക് വിഷമമുണ്ടെങ്കിലും അതിലല്ലാതെ വേറെ പറയാൻ പറ്റില്ല. അവനോടൊപ്പം ഇരുന്ന് വർഗീയവാദിയോടൊപ്പം ഇരുന്നിട്ട് ആഹാരം കഴിക്കേണ്ട ഒരു ഗതികേട് വരുമായിരുന്നു. എന്തായാലും അത് വന്നില്ല. എന്തിനാണ് ഈ ആഹാരം കൊടുത്തിട്ട് എന്തോ പറഞ്ഞതറിയാം? നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പണം തരാം, ഇന്ത്യയെ വെല്ലാനുള്ള ആയുധങ്ങളും എല്ലാം തരാം, പക്ഷേ ഒരു കാര്യം, അതുപോലെ പറഞ്ഞ് ഞങ്ങൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്നു. അസീം മുനീറിനോടുള്ള സ്നേഹം ഒരു പ്രണയിനിയോടെ, കാമുകിയോടെന്ന പോലെ ഇതെല്ലാം വെച്ച് കൊടുത്തിട്ട് പറയുക, ചൈനയുണ്ടല്ലോ നിൻ്റെ മറ്റേ കാമുകൻ, ആ കാമുകനുമായിട്ടുള്ള ബന്ധം നീ കുറയ്ക്കണം, ഇതെല്ലാം ഞാൻ തരാം. ചൈനയുണ്ടല്ലോ എൻ്റെ ആൾ വെതർ ഫ്രണ്ട്, അതും ചങ്ങാത്തവൻ കുറയ്ക്കണം, എന്നാൽ ഞാൻ ഇതെല്ലാം തരാമെന്ന് അന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞ് അസീം മുനീർ പോയിരിക്കുക. പക്ഷേ ചൈനയുടെ അടുത്തുനിന്ന് ഇവർ മാറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ അപ്പോൾ വിവരം അറിയും. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ് റഷ്യ, മറ്റേ കാമുകനുണ്ടല്ലോ ഇപ്പുറത്ത്, യൂറോപ്യൻ, അവനുമായിട്ടുള്ള അടുപ്പമൊക്കെ അങ്ങ് കുറയ്ക്കണം, എന്നിട്ട് നമ്മൾ തമ്മിലുള്ള അടുപ്പം മാത്രം മതി എന്നൊരു ഇതിനാണ് ഇത്രയും സദ്യ സുഭിക്ഷമായിട്ട് കൊടുത്തു വിട്ടത്. അത് പറഞ്ഞു, ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യ ജയിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. ചൈന കൈവിടും പാകിസ്ഥാനെ, പിന്നെ എളുപ്പമായി ഇന്ത്യക്ക് കാര്യങ്ങൾ, ഒരു സംശയവുമില്ല. റഷ്യയും കൈവിടും, പിന്നെ ഈസ്റ്റ് റീജിയനിൽ പവറായിട്ട് ഇന്ത്യ മാറും, തകർക്കും പാകിസ്ഥാനെ. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അവർ തന്നെ സൃഷ്ടിക്കും. ഒപ്പം അമേരിക്കയ്ക്കും വല്ലാത്ത ഒരു അമേരിക്ക തോറ്റുപോയെന്ന് പരാജിത രാഷ്ട്രമായി മാറി. അമേരിക്ക എപ്പോഴും വൻ രാഷ്ട്രമാണ്, ഞങ്ങളുടെ സൈനിക ശേഷിയിലും അല്ലെങ്കിൽ ആയുധബലങ്ങളിലും വൻ രാജ്യമാണെന്ന് പറയുമ്പോഴും അമേരിക്ക എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. അമേരിക്ക തോറ്റിട്ടുള്ള അമേരിക്കയെ തോൽപ്പിച്ചിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട് മുൻകാല ഇത് നമുക്കറിയുമ്പോൾ. അപ്പം വൻ രാജ്യം എന്ന് പറയുമ്പോഴും ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അമേരിക്കയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന അറബ് രാജ്യങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടല്ലോ. വിയറ്റ്നാമിൽ അങ്ങനെ ആയിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ആയിട്ടുണ്ട്, ഇറാഖിൽ ഏറെക്കുറെ അങ്ങനെ ആയിട്ടുണ്ട്. അതിൻ്റെ ഫലമല്ലേ ISI ഉണ്ടായത്. അവിടെ അതുകൊണ്ട് പേടിയുണ്ട് അമേരിക്ക. ഇപ്പോൾ ട്രംപ് ഇറാനെതിരെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഖൊമൈനി അല്ല മാറുക, ട്രംപിനെ മാറ്റും അവിടുത്തെ ജനങ്ങൾ, അമേരിക്കയിലെ ജനങ്ങൾ. കാരണം അതിനകത്ത് പോയി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വൻ നഷ്ടം ഉണ്ടാകുന്നത്, ജീവഹാനി. അത് ആവർത്തിക്കരുതെന്ന് ശക്തമായിട്ട് പറഞ്ഞിരിക്കുക. അയാളുടെ ജനപിന്തുണ മുഴുവൻ പോവും, അയാൾക്ക് രാജിവെക്കേണ്ടി വരും. ആ സ്ഥിതിയിൽ പറയുന്നതെല്ലാം തെറ്റുവാണെന്നേ അദ്ദേഹം പറയുന്നത്. ലക്ഷ്യം ഇതായിരുന്നു, ഖൊമൈനിയെ കൊല്ലുക, ഇറാനിൽ ഭരണ മാറ്റം ഉണ്ടാക്കുക. ഇപ്പോൾ പകരം മാറ്റം വരാൻ പോകുന്ന അമേരിക്കയിലായിരിക്കും മിക്കവാറും. ഇസ്രായേലിൻ്റെ ലക്ഷ്യവും പാളി, അമേരിക്കയുടെ ലക്ഷ്യവും പാളി. എന്തേ ഇപ്പോൾ യുദ്ധത്തിനിറങ്ങുക, ഞങ്ങളിപ്പോൾ കൊല്ലും, പിന്നെ അവിടുത്തെ ആണവ സന്നാഹങ്ങൾ, യുറേനിയം സമ്പുഷ്ടീകരണം എല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ എന്തേ അനങ്ങാതെ നിൽക്കുന്നത്, മടിച്ചു നിൽക്കുന്നത്? പേടിയുണ്ട് ഇപ്പോൾ.
കയറിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഒരു മനസ്സ് പേടിയായി. അതുകൊണ്ടാണ് വിറച്ചു നിൽക്കുന്നത്, ഇറങ്ങിച്ചാടാതെ നിൽക്കുന്നത്. അല്ല, വലിയൊരു ചതിയുണ്ട്. ഇറാനോട് പറഞ്ഞ് ഞങ്ങളെല്ലാം പിന്തുണ കയറി അറ്റാക്ക് ചെയ്യും, ആ കിഴവനെ കൊല്ല്, ആ കിഴവനെ കൊന്നിട്ട് അവിടെ ഭരണമാറ്റമുണ്ട് ഉണ്ടാക്കുക, ബാക്കിയെല്ലാം ഞങ്ങളെന്നും പറഞ്ഞ് അവൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടതാണ്. ഇസ്രായേൽ അത് കേട്ടുകൊണ്ട് പോയതാണ്. എന്നിട്ട് അമേരിക്ക ഇന്ത്യയോട് അത് തന്നെയല്ലേ ചെയ്തത്? തീവ്രവാദികൾക്കെതിരെയുള്ള ആക്രമണം നിങ്ങളങ്ങ് നടത്തിയോ? ഞങ്ങൾ കൂടുണ്ട്. എന്നിട്ട് എന്തോ ചെയ്തു? പാകിസ്ഥാൻ്റെ പക്ഷം പിടിച്ചുകൊണ്ട് പാകിസ്ഥാൻ തോറ്റു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ത്യയോട് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ പറയണേ. അത് കയറി അങ്ങ് പിടിച്ചു. എന്നിട്ട് അയാൾക്ക് സദ്യയും കൊടുത്തു. ചതിയൻ രാഷ്ട്രം, ഒരിക്കലും വിശ്വസിക്കാം.